വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ഫ്രൂട്ട് കസ്റ്റേർഡിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ, 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ ബുഷിൻ്റെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ്. ഇത് പല ഫ്ലേവറുകളിൽ ലഭ്യമാണ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും ഫ്രൂട്ട് കസ്റ്റേർഡ് തയ്യാറാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വാനില കസ്റ്റേർഡ് പൗഡറാണ്. നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കാദ്യം എടുത്തു വെച്ചിരിക്കുന്ന ഈ കസ്റ്റേർഡ് പൗഡറിലേക്ക് ഒരു 2-3 സ്പൂൺ പാലൊഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കട്ട കെട്ടാതെ തീരെ ലംസൊന്നും ഇല്ലാതെ നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിവിടെ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു അല്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. വാനിലയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരല്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടിത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഏറ്റവും സിമ്മിലാക്കിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഈ കസ്റ്റേർഡ് മിക്സ് ഒഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. അതിൻ്റെ അടിയിലൊക്കെ കട്ട പിടിച്ച് കിടക്കാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുകയും ചെയ്യാം. കസ്റ്റേർഡ് ഇവിടെ നന്നായിട്ട് കുറുകി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തുടർച്ചയായി ഇളക്കി കൊടുക്കുക. ഇവിടെ തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട്. നമ്മുടെ കസ്റ്റേർഡ് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നിർത്താം. ഇത് നന്നായി റൂം ടെമ്പറേച്ചറിലേക്ക് തണുത്തതിന് ശേഷം മാത്രമേ ഫ്രൂട്ട്സൊക്കെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിവിടെ ഒരുപാട് തിക്കായിട്ടുള്ള കസ്റ്റേർഡ് അല്ല ഉണ്ടാക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും. നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റവിൻ്റെ മുകളിൽ തന്നെ ഇത് വെക്കരുത്. അത് ഗ്യാസിൻ്റെ ചൂട് കൊണ്ട് ബർണറിൻ്റെ ചൂട് വന്നിട്ട് അത് വീണ്ടും അടിയിൽ പിടിക്കുകയോ അല്ലെങ്കിൽ അത് കുറുകി പോകാനോ സാധ്യതയുണ്ട്. ഓഫാക്കിയതിന് ശേഷവും നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഒരു പാട വരും. അത് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഫ്രൂട്ട് കസ്റ്റേർഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഡെസേർട്ടാണ്. കാരണം ഇത് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഞാൻ ചെറുതായിരിക്കുമ്പോഴൊക്കെ എൻ്റെ അമ്മ എനിക്കിത് വീട്ടിൽ തയ്യാറാക്കി തന്നിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന പ്രായത്തിൽ നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അന്നത്തെ കാലത്തൊക്കെ മെയിൻ ഡെസേർട്ട് ഐറ്റത്തിൽപ്പെട്ട ഒന്നായിരുന്നു ഫ്രൂട്ട് കസ്റ്റേർഡ്. ഇപ്പോൾ ഒരുപാട് സ്വീറ്റ് ഡെസേർട്ട്സും ഡിഷുകളും ഒക്കെ നമ്മൾ വീടുകളിൽ തയ്യാറാക്കാറുണ്ട്. പക്ഷേ അന്നൊക്കെ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഫ്രൂട്ട് കസ്റ്റേർഡുകളാണ് അമ്മമാരൊക്കെ വീടുകളിൽ തയ്യാറാക്കി തന്നിരുന്നത്. നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡ് ഇവിടെ റൂം ടെമ്പറേച്ചറിലേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് 2 രീതിയിൽ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ തന്നെ ഫ്രൂട്ട്സ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് മിക്സ് ചെയ്ത് തണുപ്പിക്കാതെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അതിനേക്കാളും നല്ലത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്തും സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഫ്രൂട്ട് കസ്റ്റേർഡ് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് നന്നായി തണുപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ എല്ലാം ഫ്രൂട്ട് കസ്റ്റേർഡിലേക്ക് ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് സെർവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തപ്പോൾ അതിൽ ഞാൻ ഡെസേർട്ടായിട്ട് ചെയ്തിരുന്നത് ഈ ഫ്രൂട്ട് കസ്റ്റേർഡാണ്. അന്ന് ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ ഫ്രൂട്ട് കസ്റ്റേർഡിനകത്തേക്ക് ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്ത് പോംഗ്രാനൈറ്റ്, മാംഗോ, ബനാന ഈ ഫ്രൂട്ട്സുകളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചു. അത് സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര കയ്പ്പ് രസമായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. പിന്നീട് ഞാൻ 1-2 ഫ്രണ്ട്സുമായിട്ട് അത് ഡിസ്കസ് ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഒരു പക്ഷേ ഈ പോംഗ്രാനൈറ്റ് ഒത്തിരി അയൺ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് അത് കസ്റ്റേർഡിൽ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ ഒരു ബിറ്റർ ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ടെന്ന്. അതിനുശേഷം ഞാൻ എപ്പോഴും ഈ കസ്റ്റേർഡ് നന്നായി തണുത്തതിന് ശേഷം ഫ്രൂട്ട്സ് എല്ലാം സെപ്പറേറ്റ് അരിഞ്ഞ് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അതിലേക്ക് മിക്സ് ചെയ്യാറുള്ളൂ.
നമ്മുടെ കസ്റ്റർഡ് ഇവിടെ നന്നായിട്ട് തണുത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചു. ഇത് നമുക്കിനി ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് അത് വെച്ചതെങ്കിലും ഇപ്പോൾ അത് നന്നായിട്ട് കുറുകി പാകത്തിന് സെറ്റായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും നമുക്ക്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ആപ്പിൾ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ആപ്പിൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് പോംഗ്രാനൈറ്റ് ചേർത്ത് കൊടുക്കാം. മാതള നാരങ്ങ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് മാമ്പഴം ചെറുതാക്കി നുറുക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തത് ചേർക്കാം. ഞാനിവിടെ കുറച്ച് ആൽമണ്ട്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് ചേർക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സോ റേസിൻസോ അതുപോലെ ഡേറ്റ്സ് എന്ത് വേണമെങ്കിലും നിനക്ക് ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതുപോലെ ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് കളർഫുൾ ആകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതും കുറച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇത്രയും ഫ്രൂട്ട്സ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. നിങ്ങൾക്കിതിലേക്ക് പൈനാപ്പിൾ, മുന്തിരി, ഓറഞ്ച് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിനി നന്നായിട്ടത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നു. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ എൻ്റെ നൊസ്റ്റാൾജിക് ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. യമ്മി ഫ്രൂട്ട് കസ്റ്റേർഡ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.